ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബ്രൈഡ്സിന് ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. നിങ്ങളുടെ സ്കിൻ എങ്ങനെ നിങ്ങളുടെ വെഡ്ഡിങ് ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് വൺസ് നമ്മളെ ബ്രൈഡ് ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്താ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല. ചില ബ്രൈഡ്സ് അറിയാവുന്നവരും ഉണ്ട് കേട്ടോ, എന്നാലും അറിയാത്തവരാണ് ഭൂരിഭാഗവും. അവർ ചോദിക്കാറുണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, സ്കിന്നിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഇനി 6 മാസമുണ്ട്, അല്ലെ ചിലർക്ക് ഇനി ഒരാഴ്ചയേ ഉള്ളൂ, ചിലർക്ക് 1 മാസമേ ഉള്ളൂ. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടൈം കൺസ്ട്രെയിൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ ടൈം ആയിട്ട് നോക്കാം. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 3 to 6 months ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയും ഏറ്റവും നല്ല ടൈം ഇതാണ്. നിങ്ങൾക്കൊരു സ്കിൻ കെയർ തുടങ്ങാൻ പറ്റിയ, നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് ഒരു 3 to 6 months എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലെൻസിങ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്നി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പം കംപ്ലീറ്റ്ലി ഫേസ് ഒക്കെ നല്ല അടിപൊളിയാകും. ഇനി അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സെറംസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ലപോലെ കിടന്നുറങ്ങുക, നല്ല ഹെൽത്തി ഫുഡ്സൊക്കെ അതൊക്കെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങുക. അപ്പം അതാണ് ഈ ഒരു 3 to 6 months ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു 6 months ഇല്ല, ഒരു 2-3 മാസമേ ഉള്ളൂ നിങ്ങളുടെ ഒരു ഫംഗ്ഷന് വേണ്ടി. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ഒക്കെ ഒന്ന് വരുത്താൻ നോക്കുക. ഈ ഇതൊക്കെ നിങ്ങൾ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ ഒബ്വിയസ്ലി അതിനോടൊപ്പം തന്നെ ഗ്ലോയും ആയിക്കോളും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കൊരു മന്ത്ലി ഫേഷ്യൽസോ ക്ലീനപ്പൊക്കെ ഈ ടൈം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് നല്ലപോലെ വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒത്തിരി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഒരു ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിനുണ്ടാവും. നാച്ചുറലി നമുക്ക് സ്കിന്നിൽ ഗ്ലോ വരുത്തുന്ന ഒരു കാര്യമാണ് ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മസ്റ്റായിട്ട് ആ ഒരു റെഗുലർ സ്കിൻ കെയർ ലൈക്ക് ക്ലെൻസിങ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് വരിക ഇതിനോടൊപ്പം തന്നെ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പ്രൊഡക്ട്സ് കാണുന്നുണ്ട്, അത് തേച്ചിട്ട് സ്കിൻ ടോൺ ഇംപ്രൂവ്ഡ് ആകുന്നത് അല്ലെങ്കിൽ പിമ്പിൾസ് കുറയുന്നത്. സോ അതിലൊന്നും പോകാണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക. കാരണം ഈ സ്കിൻ ഇസ് ഡിഫറെന്റ്, ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെന്റ് ആണ്. സോ അവർക്ക് എന്തൊക്കെ വർക്ക്ഔട്ട് ആവും നമുക്ക് പറയാൻ പറ്റില്ല. സോ കണ്ടതൊക്കെ വാങ്ങി നമ്മൾ യൂസ് ചെയ്ത് നോക്കാണ്ട്, കാരണം നമുക്ക് അതിനുള്ള ടൈം ഇല്ല. എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. സോ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ആ ഒരു ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഷ്ടിച്ചൊരു 2-3 ആഴ്ച മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വെഡ്ഡിങ്ങിന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമാണ് പ്രൊഫഷണലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം. അത് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾക്കിപ്പം ഹൈഡ്ര ഫേഷ്യൽ, സ്കിൻ ഗ്ലോ ഫേഷ്യൽസ്, അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഫേഷ്യൽസ് കാണുമല്ലോ. നിങ്ങൾക്ക് ഈ ഒരു വെഡ്ഡിങ്ങിന് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടി, സ്കിന്നിന് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫേഷ്യൽസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ടൈം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്ലീനപ്പ്, ഹൈഡ്ര ഫേഷ്യൽസ്, അതുപോലെ തന്നെ ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ്സ് ഇതൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾ മെയിനായിട്ട് ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പീലിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, കെമിക്കൽ പീൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ഹാർഷ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന
ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് അവർ പറഞ്ഞുതരും ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കണം, പീലിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഈ ഒരു 2-3 വീക്ക് ഗ്യാപ്സിൽ അവോയ്ഡ് ചെയ്യുക. കാരണം ആ പീലിംഗ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഹീൽ ആവാൻ അത്യാവശ്യം ടൈം എടുക്കുമല്ലോ. സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം സ്കിൻ ഡാമേജ് ആകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഒരിക്കലും പീലിംഗ് ഒരു 2-3 വീക്സിന് മുമ്പേ ആയിട്ട് എടുക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഒരാഴ്ചയേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുവാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ടൈമാണ് നമ്മൾ ത്രെഡിങ് ഒക്കെ ചെയ്യേണ്ട ടൈം. കറക്റ്റ് ടൈം എന്ന് വെച്ചാൽ ഇതാണ്. ചിലവർ പിറ്റത്തെ ആഴ്ച ഒരു 2 വീക്സ് ബാക്ക് ഒക്കെ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യരുത്. ആ ഒരു ഫംഗ്ഷൻ വീക്കിൻ്റെ ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ ത്രെഡൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പം ഫേഷ്യൽസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് യാതൊരുവിധ താല്പര്യം ഇല്ലാത്ത കുട്ടികളുണ്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കാനും. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്ലീനപ്പ് എങ്കിലും ചെയ്തേക്കുക. ഈ ഒരാഴ്ച നിങ്ങൾ ഫേസ് ക്ലീനപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസിൽ ഹെയർസ് ഉള്ളവരാണെങ്കിൽ, സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ അപ്പർ ലിപ്പിലൊക്കെ ഇവിടെയൊക്കെ ഹെയർസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. സോ അവർ അതൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കുക. സോ ഈ ഹെയർസും വെച്ച് നമ്മൾ അതിലോട്ട് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഒരു ഗ്രേയിഷ് ആയിട്ട് നമുക്ക് തോന്നും. നിങ്ങളുടെ സ്കിൻ ടോണിലല്ലാണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത പോലെ തോന്നും. അത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഹെയർസ് ഉണ്ടെങ്കിൽ ആ ഹെയർസിലോട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോലെസ് ഫീലൊന്നും കിട്ടത്തില്ല. സോ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്യുക. ഫേഷ്യൽ ഹെയർസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. അപ്പർ ലിപ്പിലെ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്ലീനപ്പ് എങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ ഹെയർ സ്പാ അങ്ങനെയൊക്കെ ചെയ്യുന്ന ബ്രൈഡുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇവിടെ നോട്ട് ചെയ്യേണ്ട മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 days മുന്നെങ്കിലും ഇതൊക്കെ ചെയ്തിരിക്കണം. അല്ലാണ്ട് ഇപ്പം നാളെ കല്യാണം അല്ലെ മറ്റന്നാൾ കല്യാണം ആണെങ്കിൽ ഇന്ന് പോയി ചെയ്തേക്കരുത്. അതൊന്ന് നോട്ട് ചെയ്യുക. ഒരു 4 to 5 days എന്തെങ്കിലും ഗ്യാപ്പ് വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരേ ഒരു ദിവസമേ ഉള്ളൂ. നാളെയാണ് നിങ്ങളുടെ കല്യാണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ബേസിക് സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്യുക. പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം നാളെ കല്യാണമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറന്നൊരു കാര്യമുണ്ട്, ലിപ് ബാം. മസ്റ്റായിട്ട് നിങ്ങൾ ലിപ്പിനും ഹൈഡ്രേഷൻ കൊടുക്കുക. ലിപ്പ് ഡ്രൈ ആകാണ്ട് നോക്കുക. നല്ലൊരു ലിപ് ബാം തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സൊക്കെ സജഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യാവേ. നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യുക. നല്ലപോലെ കിടന്നുറങ്ങുക. നല്ലപോലെ വെള്ളം കുടിക്കുക. ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഏതൊരു ബ്രാൻഡാണെങ്കിലും, ലൈക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു ലിപ് ബാം ആയിരുന്നു യൂസ് ചെയ്തത്, പക്ഷേ ഇന്ന് നിങ്ങൾ വേറെ ലിപ് ബാമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, വേറെ ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ആണോ ഫോളോ ചെയ്തത് ഈ ഒരു ഇത്രയും ആ ഒരു ടൈമിൽ, ആ സെയിം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ബ്രാൻഡ്സ് ഒന്നും മാറ്റാണ്ട് തന്നെ ഫോളോ ചെയ്യുക. കാരണം വേറൊരു ബ്രാൻഡിലോട്ട് ജമ്പ് ചെയ്യുമ്പം അത് നിങ്ങളുടെ സ്കിന്നിൽ വർക്കൗട്ട് ആകണമെന്നില്ല. സോ അങ്ങനെയും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇനി ഏതെങ്കിലും വീഡിയോ ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അത് അനുസരിച്ച് ഞാൻ പുതിയ വീഡിയോസൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് സർവീസസ് ആവശ്യമുള്ളവർ ഞാൻ നമ്മുടെ പേജിൻ്റെ നെയിമും അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തേക്കാം. നമ്മൾ ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.